ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ട് ഒരു റോസ് ഫ്ലവർ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു 2 കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ത്രെഡിൻ്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതാ ഇതുപോലത്തെ ഒരു ഇയർബഡ്സ് വേണം. ഇതിൻ്റെ 2 അറ്റവും നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിതാ 6 സ്ട്രാൻഡ്സിൽ വൈറ്റ് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിന് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് നീഡിലൊന്ന് പൊക്കിയെടുക്കാം. ശേഷം നമുക്കിതാ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഇതാ ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തി വെക്കാം. നമ്മളിത് നീഡിൽ ഫുള്ളായിട്ട് വലിച്ചെടുക്കരുത് കേട്ടോ, ഇത്ര വെച്ചാൽ മതി. ശേഷം നമുക്കിതാ ആ ഒരു ഇയർബഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ ഈ നീഡിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് പകരം നമ്മൾ ചെറിയ സ്ട്രോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നീഡിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. സ്ട്രോ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോ വെച്ചുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. ശേഷം നമുക്കിത് ഈ ഒരു ത്രെഡിനെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ വിരലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ആ ഒരു സ്ട്രോൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു 8 പ്രാവശ്യം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ 8 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. ശേഷം നമുക്ക് ആ ഒരു സ്ട്രോ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ നീഡിലിൻ്റെ മുകളിലേക്കൊന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നീഡിലിനെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. ശേഷം നമുക്ക് അടുത്ത പെറ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത് നീഡിൽ ഇതുപോലെ ഒന്ന് പൊക്കുക. എന്നിട്ട് നമുക്കിതാ ഈ ഒരു പെറ്റലിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് പൊക്കിയതിൻ്റെ അടുത്തേക്കായിട്ട് തന്നെ നീഡിലിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിലും ആ ഒരു സ്ട്രോ വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 8 പ്രാവശ്യം ഇതിലൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ 8 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. ശേഷം നമുക്ക് ആ സ്ട്രോ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇതിനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഈ ഒരു പെറ്റലിൻ്റെ ഇവിടുന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. ശേഷം നമുക്ക് മറ്റേ പെറ്റലിൻ്റെ ഇവിടുന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ നേരത്തെ കുത്തി കൊടുത്തിട്ട് തന്നെ നീഡിലിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു സ്ട്രോ ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 10 പ്രാവശ്യം ഇതിൽ ചുറ്റിയെടുക്കാം. ഫസ്റ്റത്തെ നമ്മൾ 8 പ്രാവശ്യമാണ് ചുറ്റിയത്. രണ്ടാമത്തെ ലെയറിൽ നമ്മൾ 10 പ്രാവശ്യമാണ് ചുറ്റി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതാ 10 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രോ മാറ്റിയിട്ട് നീഡിലിനെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ 2 പെറ്റൽസാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിൽ നമുക്കൊരു 4 പെറ്റൽസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പെറ്റൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഓരോന്നിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വേണം കേട്ടോ നീഡിലിനെ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ ലെയറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ടാണ് 2 ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ ഈ ഒരു കളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മൂന്നാമത്തെ ലെയറിൽ നമ്മൾ 5 പെറ്റൽസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ സ്ട്രോയിൽ ഒരു 12 പ്രാവശ്യമാണ് ചുറ്റി കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മളിതാ മൂന്നാമത്തെ ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ലെയറിൽ ഒരു 6 പെറ്റൽസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ 14 പ്രാവശ്യമാണ് ഇതിൽ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ലീഫൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു ലീഫ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ലീഫും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ആ ഒരു തണ്ടുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ നമ്മൾ സെയിം കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഈ തണ്ടുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആ തണ്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.